കുടിയേറ്റത്തിനെതിരെ വാ തോരാതെ സംസാരിച്ചാണ് 1905 അമേരിക്കയിലേക്ക് കുടിയേറിയ ബവേറിയക്കാരൻ്റെ ചെറുമകനായ ഈ റിപ്പബ്ലിക്കൻ നേതാവ് വിജയിച്ചെന്നത് ഒരു വൈരുദ്ധ്യമാണ്. പറയുന്നത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ്. കുടിയേറ്റത്തിനെതിരെ, കുടിയേറ്റക്കാർക്കെതിരെ എപ്പോഴും സംസാരിക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ ഒരു കുടിയേറ്റക്കാരനാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ജർമ്മൻ കുടിയേറ്റക്കാരനും ബ്രോക്സിൽ ജനിച്ച റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുമായിരുന്ന ഫെഡറിക് ക്രൈസ്റ്റ് ട്രംപിൻ്റെയും സ്കോട്ടിഷ് വംശീയായ മേരി ആൻ മക്ലിയോ ട്രംപിൻ്റെയും നാലാമത്തെ കുട്ടിയായി ന്യൂയോർക്ക് സിറ്റി ബറോ ഓഫ് കീൻസിലുള്ള ജമൈക്ക ഹോസ്പിറ്റലിൽ 1946 ജൂൺ 14 ഡൊണാൾഡ് ട്രംപ് ജനിച്ചത്. 8 വയസ്സായപ്പോൾ തന്നെ കോടീശ്വരനായതിൻ്റെ ചരിത്രം കൂടിയുണ്ട് ജർമ്മൻ സ്കോട്ടിഷ് വംശജനായ ട്രംപിന്. 1949 ട്രംപിന് 3 വയസ്സുള്ളപ്പോൾ പിതാവും മുത്തശ്ശിയും ചേർന്ന് സ്ഥാപിച്ച ട്രസ്റ്റ് ഫണ്ടുകളിൽ നിന്ന് ലഭിച്ച തുകയാണ് ട്രംപിനെ ചെറുപ്പത്തിലെ കോടീശ്വരനാക്കിയത്. യുവാക്കൾ രാഷ്ട്രീയത്തിന് പകരം ബിസിനസ്സിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന ട്രംപിന് ജനാധിപത്യം തന്നെ ഒരു മോശം ഏർപ്പാടാണെന്ന ധാരണയാണുള്ളത്. എന്നാലും US രാഷ്ട്രീയ പാർട്ടികളിൽ പലവട്ടം കൂടുമാറി ചേക്കേറിയ ട്രംപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ല രീതിയിൽ സംഭാവനകൾ നൽകി. 1987 വരെ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായിരുന്ന അദ്ദേഹം 1987 റിപ്പബ്ലിക് പാർട്ടിയിൽ ചേർന്നു. പിന്നീട് അതും വിട്ട് റിഫോം പാർട്ടിയിൽ ചേരുകയായിരുന്നു. 2000 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്തു. പിന്നാലെ വീണ്ടും അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ തിരിച്ചെത്തി. 2016 വരെ ഒരു ഭരണ പദവിയും വഹിച്ചില്ലെങ്കിലും 2012 റിപ്പബ്ലിക്കൻ പാർട്ടി ടിക്കറ്റിൽ പ്രൈമറികളിൽ മത്സരിച്ചതിൻ്റെയും ബിസിനസ് സാമ്രാജ്യത്തിൻ്റെയും ബലത്തിലാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പിന്നീട് മാറുന്നത്. അമേരിക്കയുടെ 22ാമത്തെയും 24ാമത്തെയും പ്രസിഡന്റായിരുന്ന ഗ്രോവർ ക്ലീലാൻഡിനു ശേഷം തുടർച്ചയില്ലാതെ 2 തവണ അമേരിക്കയുടെ പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ ആളാണ് ട്രംപ്. റിച്ചാർഡ് നിക്സൺ 1960 ജോൺ എഫ് കെന്നഡിയോട് പരാജയപ്പെട്ട ശേഷം പിന്നീട് 1968 72 വിജയിച്ചിരുന്നു. 4 തവണ മത്സരിക്കുകയും ജയിക്കുകയും, അതായത് 12 വർഷം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയും ചെയ്ത റൂസ്വെൽറ്റിന് ശേഷം കൂടുതൽ തവണ മത്സരിച്ച രണ്ടാമനും ട്രംപാണ്. എന്നാൽ 1951 അമേരിക്കൻ പ്രസിഡന്റ് പദവി 2 ടേമാക്കി ചുരുക്കുകയുണ്ടായി. ബിസിനസ്സുകാരനും ടെലിവിഷൻ അവതാരകനുമായിരുന്ന ട്രംപ് 2016 വളരെ അപ്രതീക്ഷിതമായാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2017 മുതൽ 2021 വരെ അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായ ട്രംപ് ഭരണകാലയളവിൽ അമേരിക്കൻ പ്രതിനിധി സഭയിൽ 2 തവണ ഇംപീച്ച്മെന്റ് നേരിട്ടെങ്കിലും സെനറ്റിൽ ഇംപീച്ച്മെന്റിനെതിരെ അതിജയിക്കാനായത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി നിലനിർത്തുന്നതിന് അവസരമൊരുക്കി. ഇംപീച്ച്മെന്റ് ചെയ്യപ്പെടുന്ന 3ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപെങ്കിലും ഇംപീച്ച്മെന്റ് നടപടികളിലൂടെ ഒരു പ്രസിഡന്റിനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നതാണ് അമേരിക്കയുടെ ചരിത്രം. ഉക്രൈനുമായുള്ള ഇടപാടുകളിൽ അധികാര ദുർവിനിയോഗം നടത്തിയെന്നുൾപ്പെടെയുള്ളതാണ് ട്രംപ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാകേണ്ടി വന്ന ആദ്യത്തെ കേസ്. 2020 തെരഞ്ഞെടുപ്പിൽ തോൽവി സമ്മതിക്കാതെ നടത്തിയ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ക്രിമിനൽ കേസുകളിൽ കോടതികളിൽ നിന്ന് പ്രതികൂല വിധികൾ വന്നതോടെ ട്രംപിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിച്ചുവെന്ന് വിധി ചെയ്തവരെ അപ്രസക്തമാക്കിയാണ് ട്രംപ് 2024 വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ നടന്ന വധശ്രമങ്ങളെ അതിജയിച്ച് മുന്നേറിയ ട്രംപ് 2024 നവംബർ 6 ഫ്ലോറിഡയിൽ നടന്ന റാലിയിൽ തന്നെ താൻ പ്രസിഡന്റാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിനെതിരെ ആകെ വോട്ടിലും ഇലക്ട്രൽ കോളേജ് വോട്ടുകളിലും മുന്നേറ്റം നടത്തിയായിരുന്നു ട്രംപിൻ്റെ വിജയം. അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കളിലെ അതിസമ്പന്നരിൽ ഒരാളായ ട്രംപിന് ഒന്നിലധികം വസതികളും US അകത്തും പുറത്തുമായി ധാരാളം സ്വത്തുക്കളും സ്വന്തമായുണ്ട്. 2016 ട്രംപ് അധികാരമേൽക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ 7ാമത്തെ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജാക്സണുമായാണ് ട്രംപ് തന്നെ താരതമ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇക്കുറി വില്യം മക്കിൻലിയുടെയാണ് ട്രംപ് സ്വയം താരതമ്യപ്പെടുത്തുന്നത്. 1897 അമേരിക്കയുടെ 25ാമത്തെ പ്രസിഡന്റായിരുന്ന 1901 താൻ കൊല്ലപ്പെടുന്നതുവരെ തൽസ്ഥാനത്ത് തുടർന്ന വിക്കം മക്കിൻലി ഏർപ്പെടുത്തിയ മക്കിൻലി താരിഫ് ഏറെ വിവാദപരമായിരുന്നു. എന്നാൽ കോടീശ്വരന്മാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനെന്ന അപഖ്യാതി കൂടി ഏൽക്കേണ്ടി വന്ന അദ്ദേഹത്തിന് സമാനമായി ഇലോൺ മസ്കും ജെഫ് ബെസോസും മാർക്ക് സക്കർബർഗുമൊക്കെയുള്ള കോടീശ്വരന്മാരാണ് ഇത്തവണ ട്രംപിനെ നയിക്കുക. സമ്പന്നരുടെ താൽപ്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്നതിനെക്കുറിച്ച് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ബൈഡൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ ട്രംപിനെതിരെ വാഷിംഗ്ടൺ DC നിരവധി പ്രതിഷേധ റാലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ നിലപാടുകൾക്കും സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കുമെതിരെയാണ് വിവിധ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്.
ഇത്തവണ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കാനഡയും ഇന്ത്യയും പനാമയും ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ബ്രിക്സ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മകളും ഹമാസ് ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമെല്ലാം ട്രംപിൻ്റെ ഭീഷണിക്കിരയായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തപ്പെട്ട രാജ്യം ചൈനയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ചൈനയ്ക്കെതിരെ ട്രംപ് ഒളിയമ്പുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. എന്നാൽ സ്ഥാനമേറ്റ് 100 ദിവസത്തിനകം ട്രംപ് സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ആദ്യത്തേത് ചൈനയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടി അധികാരമേറ്റതിനു ശേഷം ചൈനയിലേക്ക് പോകണമെന്ന് ട്രംപ് ഉപദേശകരോട് പറഞ്ഞതായാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ട്രംപും ഷീ ജിൻപിങ്ങും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. വ്യാപാരം, ഫെന്റനൈൽ, ടിക്ടോക്ക് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളാണ് ഇരുവരും ചർച്ച നടത്തിയത്. മാത്രമല്ല, തിങ്കളാഴ്ച നടന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മോദിയെ ക്ഷണിക്കാതെ ട്രംപ് ചൈനീസ് പ്രസിഡന്റായിരുന്ന ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിരുന്നു. ചൈനീസ് നേതാവ് വിദേശ നേതാക്കളുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്ന കീഴ്വഴക്കമില്ലാത്തതിനാൽ ഷീ ജിൻപിങ്ങിന് പകരം ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ് അമേരിക്കയിലെത്തുകയും ചെയ്തു. ഇതാദ്യമായാണ് ഒരു മുതിർന്ന ചൈനീസ് നേതാവ് US പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ട്രംപിൻ്റെ ഭീഷണികൾ അമേരിക്കക്കാരെ പറ്റിക്കാനായിരുന്നു എന്ന് തോന്നിപ്പോവുകയും ചെയ്യും. അതെ, ട്രംപിൻ്റെ കഥ മുഴുവൻ കേട്ട് ഒരിക്കൽ ചതിച്ചവൻ പിന്നീട് ചതിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല.